Hi friends, welcome to Capture Kit. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് അതായത് ഈ ഫോട്ടോ എങ്ങനെ റീക്രിയേറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ ഫുൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഫുൾ മെസ്സേജാണ്, അതായത് കുറേ മെസ്സേജ് വന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതായത് ചുമ്മാ ഒരു ബാക്ക്ഗ്രൗണ്ടിനകത്ത് ഈ ഒരു ഇമേജ് വെച്ചിട്ട് റെഡിയാക്കിക്കുന്നു. അപ്പോൾ ഞാനും ഓർത്ത് ഇത്ര സിമ്പിളല്ലേ. ഞാൻ നേരെ ഗൂഗിൾ ക്രോം ഒക്കെ ചെയ്തിട്ട് നേരെ സെർച്ച് ചെയ്ത് നോക്കി, എന്ത് സെർച്ച് ചെയ്യാൻ ഈ സാധനം കിട്ടണ്ടേ. അപ്പോൾ ഞാൻ പരമാവധി കുറേ സെർച്ച് ചെയ്ത് നോക്കി, അപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇതെന്തായിരിക്കും. പിന്നെ ഞാൻ ഒന്നുകൂടെ ഫോട്ടോ എടുത്ത് നോക്കി, അതായത് അയച്ചു തന്ന ഫോട്ടോ എടുത്ത് നോക്കി. അന്നേരം ജസ്റ്റ് ആ ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ ഓർത്ത് ഇനി വരച്ചതാണോ, അതായത് കറക്റ്റ് അതേപോലെ ജസ്റ്റ് ഇറേസർ ടു ഡ്രോ അഡോബ് ഇല്ലസ്ട്രേറ്ററൊക്കെ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ വരച്ചാണോ നോക്കി. എന്നിട്ട് ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ ഇത്രയും ടൈം എടുത്ത് ഈ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി വരയ്ക്കാൻ നിൽക്കില്ലായിരിക്കും എന്ന് ഓർത്തു. എന്തായാലും ഇത് കണ്ടുപിടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറേ ഫുള്ള് സെർച്ച് ചെയ്ത് ലാസ്റ്റ് ഈ സാധനം കിട്ടി. അപ്പോൾ ആ ഒരു ഫോട്ടോ വെച്ചിട്ട് റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ എന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കില്ല, കാരണം ഇതേക്കൂട്ട് അടിപൊളി വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. തന്നെ ഈ ഫോട്ടോ എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. അതിപ്പോൾ മൊബൈൽ ഉപയോഗിച്ചെടുത്താൽ മതി, കാരണം ക്ലിയറിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് മൊബൈൽ ഉപയോഗിച്ചെടുത്താൽ മതി. ഏത് പൊട്ട ഫോണിലും നമുക്ക് എടുക്കാം. എന്നിട്ട് ബ്ലർ ആക്കുകയാണ് ചെയ്യുന്നത്, അപ്പോൾ ക്ലിയറിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ പറഞ്ഞ മെയിൻ സാധനമാണ്, അതായത് ഈ സ്റ്റിക്കറാണ്. അപ്പോൾ ഈ സ്റ്റിക്കറും കാര്യങ്ങളും വേണം. മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിക്സാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ 3 കാര്യം മതി നമുക്ക് ഈ ഫോട്ടോ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ കുറേ തപ്പി എന്നിട്ടാണ് ഈ സാധനം കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ പോയി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല, പിന്നെ ഈ വീഡിയോ ഒന്ന് കണ്ടുവരും. അപ്പോൾ ഈ ഇമേജ് എവിടെ നിന്ന് എനിക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വെറ്റർ സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റുകാരുടെ ഇമേജാണ്. അപ്പോൾ നമുക്കത് പൈസ കൊടുത്ത് വേണം ഡൗൺലോഡ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ തന്നെ പോയി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോ ഒന്ന് കാണേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അത് വീഡിയോയിൽ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടാണ് കിട്ടിയത്, അതായത് കുറേ ഞാൻ എന്തായാലും കുറേ പേര് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ഓർത്തു ഇത് എന്തായാലും ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത കീവേഡ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. കാർട്ടൂൺ, ഷോക്ക്ഡ്, മാൻ ഫേസ്, മാസ്ക്, ലുക്കിംഗ് അറ്റ്, വെക്റ്റർ ഇമേജ് എന്നാണ്. അപ്പോൾ ഇത്ര സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് ഈ സാധനം കിട്ടിയത്. ചെറിയ തുമ്പുകൾ കുറേ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും, എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് സെർച്ച് ചെയ്തപ്പോൾ സാധനം കിട്ടി. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കണ്ടാൽ നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യം ഇത് ഫോട്ടോ എടുക്കാം. ഞാനെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഞാൻ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു. അപ്പോൾ സെറ്റ് ചെയ്യാൻ മീൻസ് അതായത് ഒരു തടിക്കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ തടിക്കഷ്ണം നേരെ വെച്ചിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് മൊബൈൽ ഫോൺ എടുത്തിട്ട് ക്യാമറ ഓപ്പൺ ചെയ്ത് ഒരു ഫോട്ടോ അങ്ങ് എടുത്തു. അതായത് നമ്മളിപ്പോൾ മരത്തിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഫോട്ടോ എടുക്കുക. അതായത് നമ്മൾ ഈ ടെക്സ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മരത്തിനെ ഫോക്കസ് ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കുക. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളെടുത്ത ഫോട്ടോ എന്ന് വെച്ചാൽ അതേ ഇതാണ്. അപ്പോൾ ഇനിയാണ് ഞാൻ പറഞ്ഞ മെയിൻ സ്റ്റെപ്പ്. അതായത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതായത് ഈ ഫോണിൻ്റെ ലിങ്കാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ക്രോമിലേക്ക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ക്രോമിലേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റുക. അപ്പോൾ നേരെ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഇമേജ് കാണാൻ പറ്റും. അതിൻ്റെ ഇപ്പുറത്ത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇമേജും കാണാൻ പറ്റും. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഒറിജിനൽ സൈറ്റിൽ പോയി നമ്മൾ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഞാൻ കൊടുത്ത ലിങ്കിൻ്റെ ഫസ്റ്റ് ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റുക. അപ്പോൾ നേരെ അതായത് നമുക്ക് ആ ഫോട്ടോസും കാര്യങ്ങളും കാണാം. അപ്പോൾ അത് നമുക്ക് പൈസ കൊടുക്കണം ഇതിലായാലും. അപ്പോൾ പൈസ കൊടുക്കാതെ ഡൗൺലോഡ് ചെയ്യാൻ എന്താ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൽ നിന്നല്ലാത്ത സംഭവങ്ങളൊക്കെ നമുക്ക് ക്രോം വഴി ഡൗൺലോഡ് ചെയ്യാം. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ആ പ്രൊഡക്റ്റിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് പിടിക്കാൻ നേരം ഡൗൺലോഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും, അല്ലെ വ്യൂ ഇമേജ്, ഓപ്പൺ ഇമേജ്, അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് വരും. അപ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡൗൺലോഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ആ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺലോഡിന്ന് ഓപ്ഷൻ വരും. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ നല്ല HD ക്വാളിറ്റിയിൽ കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നമുക്ക് പിക്സാർട്ടിലേക്ക് ഓപ്പൺ ചെയ്യാം. ആദ്യം തന്നെ പിക്സാർട്ടിലേക്ക് ഈ ഫോട്ടോ ആഡ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ക്രോപ്പ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ പോയിട്ട് അതായത് റൊട്ടേറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മൾ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യേണ്ടി വന്നില്ല. അതായത് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, കറക്റ്റ് നമ്മൾ ഗ്രൗണ്ട് വെച്ച് ഫോട്ടോ എടുത്ത പോലെ തന്നെ ആയിരിക്കും. എന്നിട്ട് ജസ്റ്റ് ടിക്ക് കൊടുക്കുക. നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ FX എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ പോയിട്ട് ബ്ലർ ആക്കണം. അപ്പോൾ ബ്ലർ ഞാൻ ജസ്റ്റ് കൊടുത്തു. എന്നിട്ട് നമ്മൾ വേണ്ട എത്രയും ബ്ലറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മേലെ ഒരു ഇറേസർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അത് ഞെക്കിയിട്ട് ഇങ്ങനെ അറ്റത്തൊരു ആരോ ഉണ്ട്. അത് ഞെക്കി കഴിഞ്ഞിട്ട് നമുക്ക് അതായത് നമുക്ക് ബ്ലർ ആക്കാത്ത സ്ഥലം, അതായത് നമുക്ക് ബ്ലർ ആവേണ്ട സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, ഇപ്പോൾ ഫുള്ള് ബ്ലറായി. ഇനിയിപ്പോൾ ജസ്റ്റ് സൈഡിലൊരു ടിക്ക് ഉണ്ട്. അത് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബ്ലർ എത്ര വേണോ അതൊക്കെ കൊടുക്കാം. എന്നിട്ട് സേവ് കൊടുക്കാം.
സോ നമ്മൾ സേവ് ചെയ്ത ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ പിന്നെയും പിക്സാർട്ടിലേക്ക് ആഡ് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്, അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഫോട്ടോ ജസ്റ്റിലേക്ക് ഒന്ന് ആ ഇമേജ് ജസ്റ്റിലേക്ക് ഒന്ന് ആഡ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ചെയ്യും കാണാൻ പറ്റുക. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് വന്നിട്ട് ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പോയിട്ട് സ്ക്രീൻ കൊടുക്കുക. അതേപോലെ മൾട്ടി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, മൾട്ടി എടുക്കുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ചെയ്യും കാണാൻ പറ്റും. അന്നേരം ഫുള്ള് ഡാർക്കായി. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ FX എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനിൽ പോയി, അതായത് നമുക്ക് ഇനി കളർ മാറ്റണം. അപ്പോൾ നമ്മൾ കളർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനിൽ പോയിട്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ എടുക്കുക, ടിക്ക് കൊടുക്കുക. കണ്ടില്ലേ? ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനിൽ പോവുക, എന്നിട്ട് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കൊടുക്കുക. കണ്ടില്ലേ? ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, അതായത് കറക്റ്റ് ഫോട്ടോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നേരെ ക്രോപ്പ് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഓരോന്നോരോന്നാണ് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ക്രോപ്പിൽ പോയി ആദ്യം ഞാൻ വെക്കുന്ന ഏതാണോ അത് ജസ്റ്റ് ഒന്ന് വെക്കുകയാണ്. ഇപ്പോൾ വെച്ചു, എന്നിട്ട് ടിക്ക് കൊടുക്കുന്നു. കണ്ടില്ലേ? ഇനിയിപ്പോൾ എവിടെ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ നമ്മൾ വെച്ചു, ഓക്കെ വെച്ച്. ഇനിയിപ്പോൾ നമുക്ക് റബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനിൽ പോയിട്ട് അതായത് ഈ ഔട്ട്ലൈനൊക്കെ ഒന്ന് മായ്ച്ചളയാം. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് മായ്ച്ചളയാം. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോസ്. അപ്പോൾ പിന്നെ നമ്മൾ ആഡ് ഫോട്ടോ എടുത്തു, എന്നിട്ട് എവിടെയാണോ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ആ ഇമേജ് എടുക്കുക, ആ ഇമോജും കാര്യങ്ങളൊക്കെ എടുക്കും. ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ FX എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനിൽ പോവുക. FXയിൽ പോയിട്ട് നമ്മൾ കളർ മാറ്റുക, അതായത് നേരെ കളർ വെച്ചിട്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു കളർ എടുക്കുക, എന്നിട്ട് ടിക്ക് കൊടുക്കുക. വീണ്ടും നമ്മൾ ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനിൽ പോവാണ്, ബ്ലെൻഡ് എടുത്തു, എന്നിട്ട് സ്ക്രീൻ ഞെക്കി. വീണ്ടും ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക്. അതായത് നേരത്തെ പോലെ ഇത് റബ്ബ് ചെയ്ത് ഇറേസ് ചെയ്ത് കളയേണ്ടൊന്നുമില്ല, ജസ്റ്റ് 2-3 സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യമുള്ളൂ, അല്ലാതെ ഇറേസ് ചെയ്തെടുക്കലൊന്നും നടക്കുന്ന കാര്യമല്ല. ടിക്ക് റബ്ബ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക, അതായത് ആ ഔട്ട്ലൈൻ മാത്രം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക, അതായത് ഓരോ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഔട്ട്ലൈൻ റബ്ബ് ചെയ്ത് കൊടുത്തു, കഴിഞ്ഞില്ലേ? ഇപ്പോൾ ഫോട്ടോസിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അതായത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ കുറേ പേര് ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. സോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മുടെ ഫോട്ടോസിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മളെടുത്ത ഫോട്ടോ, അതായത് നമ്മൾ റീക്രിയേറ്റ് ചെയ്ത ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതാണ്. അപ്പോൾ നമ്മൾ ഒന്നുമില്ലാതെ സാധാ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്തത്. അതായത് ഈ ഫോട്ടോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്, അതുകൊണ്ടാണ് കുറേ പേര് മെസ്സേജ് ചോദിച്ചത്. അപ്പോൾ എന്തായാലും ചെയ്യാൻ ഓർത്തു. ഞാനും ആദ്യം കണ്ടപ്പോൾ സിമ്പിൾ ഫോട്ടോ ആണെന്ന് വിചാരിച്ചു, പക്ഷേ ഈ ഫോണ്ട് കിട്ടാനായിരുന്നു പണി. അപ്പോൾ ഈ ഫോണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് എല്ലാവരും മെസ്സേജ് അയച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ഫോട്ടോ എടുക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്നത് ബൊക്ക ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കല്. കാരണം നമ്മൾ വെക്കുന്ന ഫോണ്ട് വൈറ്റ് ആയതുകൊണ്ട് നമ്മളിത് വെക്കാൻ നേരം നമുക്ക് എടുത്ത് കാണിക്കില്ല. അപ്പോൾ അതായത് ബൊക്കയും കാര്യങ്ങളില്ലാത്ത സാധാ ഒരു സ്ഥലത്ത് വെച്ച് ഫോട്ടോ എടുക്കുക, ഇപ്പോൾ ബ്ലറാക്കുന്ന നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോ സബ്സ്ക്രൈബോ ഷെയറോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ID-ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കാം. അപ്പോൾ ഇതിനും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.